ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. മിൻജെ മിന്നുക്കിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ജോങ്വു ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതും കാണിച്ചുകൊണ്ടായിരുന്നില്ലേ 5ാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. മിൻജയ്ക്ക് മിന്നുക്കിനെ കൊല്ലാൻ സാധിക്കുന്നില്ല കേട്ടോ. ടീച്ചർ അവനെ ബ്രെയിൻ വാഷ് ചെയ്തത് കാരണം മിൻജെ മിന്നുക്കിനെ കുത്താനായിട്ട് പോകുന്നതും നിർത്താൻ നോക്കടാ എന്നും പറഞ്ഞ് മിന്നുക്ക് അവന്റെ കൈ പിടിക്കുവാണ് ചെയ്യുന്നത്. അതായത് മിന്നുക്കിന് വലിയ പരിക്കുകളൊന്നുമില്ല, അവൾ ഓക്കെ ആണെന്ന് അർത്ഥം. ഈ സമയം കൊണ്ട് ജോങ്വുവും ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുന്നുണ്ട്. മിന്നുക്ക് മിൻജയോട്, എടാ മോനെ, നീ ഇതുപോലെ കത്തി യൂസ് ചെയ്താ നിന്റെ കൈ മുറിയുവെടാ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നിന്റെ മേലെ ഇപ്പൊ കൊലപാതക ശ്രമം കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നു. ആ ഒരു ഡയലോഗ് കേൾക്കുന്നതും ടീച്ചർ കള്ളം മാറ്റി ചവിട്ടുവാണ്. കണ്ണൊക്കെ നിറച്ച്, നീ എന്തിനാ മിൻജെ ഇതുപോലെയൊക്കെ ചെയ്യുന്നേ, എന്തിനാ ഒരാളെ കൊല്ലാനൊക്കെ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഓസ്കാറിന് വേണ്ടി അഭിനയിക്കുവാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന മിൻജെ, ടീച്ചർ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ച്, ഇതൊന്നും ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഓടുകയും ചെയ്യുന്നു. ജോങ്വു മിന്നുക്കിനോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതും അവള്, ഞാൻ ഓക്കെയാണ്, നീ പെട്ടെന്ന് അവനെ ഫോളോ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുന്നു. കങ്ങോ ലൈനിലുണ്ട്, അവൻ പെട്ടെന്ന് തന്നെ ബാക്കപ്പിനായിട്ട് വരും. സോ ജോങ്വു ഒറ്റയ്ക്കാവില്ല, അതാണ് അവൾ ഉദ്ദേശിച്ചത്. കങ്ങോ അല്ലേ മിന്നുക്കിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ അവൻ ലൈനിൽ വന്നേ എന്ന് ചോദിച്ചാൽ, മിന്നുക്ക് ആ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ കങ്ങോ അവക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ലല്ലോ. സോ അവള് കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ തന്നെ പോക്കറ്റിൽ ഇടുവായിരുന്നു ചെയ്തത്. അതായത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ കങ്ങോ അറിഞ്ഞിട്ടുണ്ട്, അവൻ ബാക്കപ്പിന് വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജോങ്വു തന്നെ പുറകെ വരുന്നത് കണ്ട് മിൻജെ അവന്റെ മാക്സിമം സ്ട്രെങ്തിൽ ഓടുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവന്റെ ടീച്ചർ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ അവന് ഓർമ്മ വരുന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നീ കുറ്റക്കാരനാണെന്ന് അറിയും. റൂഫ് ടോപ്പിന് സ്റ്റുഡന്റിന് തള്ളിയിട്ടത് നീയാണെന്ന് ഞാൻ സാക്ഷി പറഞ്ഞാലോ? ഒരു ടീച്ചറായി ഞാൻ പറയുന്നതാണോ സ്റ്റുഡന്റായി നീ പറയുന്നതായിരിക്കും അവർ വിശ്വസിക്കുക? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും വിശ്വസിക്കുക. അതുകൊണ്ട് ജയിലിലേക്ക് പോണ്ടെന്നാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്തേ മതിയാവൂ എന്നൊക്കെയായിരുന്നു ടീച്ചർ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ടീച്ചർ അവനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോ തെറ്റും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. ഇതെല്ലാം ഓർത്തുകൊണ്ട് അധിക ദൂരമൊന്നും അവൻ ഓടുന്നില്ല. അതിന് മുന്നേ ജോങ്വുവും പോലീസും അവനെ വളയുന്നുണ്ട്. ഈ സമയത്ത്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതെല്ലാം എന്നോട് ടീച്ചർ ചെയ്യാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ പോലീസ് ട്രേസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ടീച്ചർ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. ആ മെത്തേഡും കങ്ങോ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ ടീച്ചറും മിന്നൊക്കെ എടുത്ത് കൊടയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നു. ആക്ച്വലി മിൻജെ ടീച്ചറെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇല്ലാതെ മിൻജയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ടീച്ചർ മിൻജയെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ് എന്ന് വേണേ പറയാം. അങ്ങനെ മിൻജയുടെ ആ ഒരു വീക്ക് പോയിന്റ് യൂസ് ചെയ്ത് അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാറാണ് ടീച്ചറുടെ പതിവ്. നീ എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നും നീ ചെയ്ത എല്ലാ തെറ്റുകളുടെയും തെളിവ് എന്റെ കയ്യിലും ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് ടീച്ചർ എപ്പോഴും മിൻജയെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ടീച്ചർ എല്ലാ കാര്യവും നടത്തിയെടുക്കാറ്. എന്നാൽ ഒരു ദിവസം മിൻജെ ടീച്ചർ പറഞ്ഞത് അനുസരിക്കുന്നില്ല. അത് ടീച്ചറെ വാശി പിടിപ്പിക്കുന്നു. ടീച്ചർ തന്നെ ലാപ്ടോപ്പും എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി നിനക്കെതിരെ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു പോകുന്നു. മിൻജെ അത് തടയുകയും ചെയ്യുന്നു. ഈ പിടിവലിയുടെ ഇടയിൽ ടീച്ചർ ഉന്തുന്നത് കാരണമാണ് മിൻജയ്ക്ക് പരിക്ക് പറ്റുന്നത്. എന്നിട്ടും ടീച്ചർക്ക് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. അവന്റെ താടിയലിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഗ്ലാസ് ചവിട്ടി ഉള്ളിലേക്ക് കയറ്റുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഡെലിവറി ഗായ് അങ്ങോട്ടേക്ക് വരുന്നതും അവന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ഇടുന്നതും. ടീച്ചർക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ തനിക്കും ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന് കരുതിയായിരുന്നു മിൻജയും ഡെലിവറി ഗായ്ക്കെതിരെ പരാതി കൊടുത്തത്. അങ്ങനെ ആ ഒരു കേസും അവസാനിക്കുന്നു. ടീച്ചറെയും മിൻജയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ജോങ്വു മിന്നുകിനോട്, നീ ഓക്കെ ആണോ, തലകറക്കോ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊന്നും എന്നെ അങ്ങനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അവനോട് ചെയ്ത കാര്യങ്ങൾക്ക് താങ്ക്സും പറഞ്ഞ് മിന്നുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ നോക്കുവാണ്. ജോങ്വു, പോലീസിന്റെ ശരീരം വേറെ എന്തെങ്കിലും കൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നത്, അതോ നീ എന്നൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് വിശ്വസിക്കാത്തതാണോ എന്നാണ് അവളുടെ ഓട്ടം കണ്ട് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മിന്നുക്ക് വീണ്ടും പോകുന്നതും ജോങ്വു, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേൾക്കുന്നതും മിന്നുക്ക് അവിടെ നിൽക്കുന്നു. ജോങ്വു, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നൊന്നും പറയണ്ട, നിന്റെ ഫേസ് കണ്ടാലേ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ജോങ്വു പറഞ്ഞത് സത്യമാണ്. അവളുടെ ചേട്ടനും ജോങ്വുവും തമ്മിലുള്ള കണക്ഷൻ അറിഞ്ഞതിന് ശേഷം മിന്നുക്ക് ജോങ്വുവിനെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. ആ കാര്യം അവക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഡെലിവറി ഗായെ ഫ്രീ ആക്കി വിടുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുന്നേ, തുടക്കം മുതലേ ഞാൻ പറഞ്ഞതായിരുന്നു സത്യം, എന്നാൽ ഞാൻ മുന്നേ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ വിശ്വസിച്ചില്ല. ഇത് ഒരിക്കലും ഫെയർ അല്ല എന്ന് മിന്നുകിനോട് പറഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മിന്നുക്ക് ആലോചിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജോങ്വു വീണ്ടും സ്റ്റാർ ആയിരിക്കുവാണല്ലോ. സോ വൂജിനും ഡയറക്ടറും ജോങ്വുവിനോട്, നീ ഡോക്ടർ ജോബ് വിട്ട് പോലീസ് ആവാൻ പോകുവാണോ, അതോ നീ പുതിയ ബ്രാഞ്ചിലേക്ക് പാർട്ട്ണറായി പോകുന്നില്ലേ, നിനക്ക് ഈ വിക്ടിംസിന്റെ കേസൊക്കെ സോൾവ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലേ എന്നൊക്കെ കലവിലാന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോങ്വു, നിങ്ങൾ എന്താന്ന് വെച്ചാ ചിന്തിച്ചേക്ക്, എനിക്കിതിനൊന്നും ആൻസർ തരാനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. വൂജിൻ, അല്ല നീ മിന്നുക്കിന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നില്ലേ? സാധാരണ അങ്ങനെയാണല്ലോ, നീ ഒരുപാടായില്ലേ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയുള്ള സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കണ്ണും ഒക്കെ നോക്കി, അതല്ലേ അതിന്റെ ഒരു കിടപ്പ് വശം എന്ന് ചോദിക്കുന്നു. ഡയറക്ടറും അത് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് ജോങ്വു,
അയ്യോ നിങ്ങൾക്കൊക്കെ എന്തുവാ എന്നാണ് ചോദിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട, നീയല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിന്തിച്ചോന്ന്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊക്കെയാ എന്ന് മൂജിയും പറയുന്നത് കേട്ട് നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നും ചിന്തിച്ച് ജോങ് അവിടുന്ന് പോകുന്നു. ഇവിടെ മിന്നുക്കാണെങ്കിൽ അവളുടെ ബ്രദർ പരോളിൽ ഇറങ്ങി അന്ന് എങ്ങോട്ടേക്കെല്ലാമായിരുന്നു പോയത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം അവളുടെ ബ്രദർ കയറിയ ടാക്സി കണ്ടുപിടിക്കുന്നു. ടാക്സി ഡ്രൈവർ മിസ്റ്റർ നമ്മിന്റെ അപ്പാർട്ട്മെന്റിലാണ് അവളുടെ ബ്രദറിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നാണ് മിസ്റ്റർ നം സൂയിസൈഡ് ചെയ്യുന്നതും. അവിടെ ഉണ്ടായിരുന്ന ഡാഷ് ക്യാമിൽ പെട്ടിട്ടുണ്ടായിരുന്ന മിസ്റ്റർ നമ്മിന്റെ കൊലയാളി എന്ന് സംശയിക്കുന്ന ആളുടെ ഔട്ട്ഫിറ്റും അവളുടെ ബ്രദർ എന്ന് ധരിച്ചിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റും സെയിം ആണ്. തന്റെ ബ്രദർ തന്നെയാണോ മിസ്റ്റർ നമ്മിന്റെ കൊലയാളി എന്ന് ചിന്തിക്കുന്ന മിന്നോക്കാകെ ഷോക്കായി പോകുവാണ്. ഇപ്പൊ അവള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ജോങ് അങ്ങോട്ടേക്ക് വരുന്നു. അവൻ അവിടെ റെഗുലർ കസ്റ്റമർ ആണ്. മിന്നോക്കിനെ കാണുന്നതും അവൻ അവളുടെ ടേബിളിലാണ് ഇരിക്കുന്നത്. ജോങ് എന്നെ ഫോളോ ചെയ്ത ആളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മിന്നോക്ക് ഈയിടെയായി ഞാൻ നല്ല ബിസിയാണ്, സോ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല, ഞാൻ സമയം പോലെ അന്വേഷിക്കാം എന്ന് കള്ളം പറയുവാണ് ചെയ്യുന്നത്. കൂടെ തന്നെ ഒന്ന് ആലോചിച്ചുകൊണ്ട് മിന്നോക്ക് വീണ്ടും നിനക്കറിയോ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആരെയാ എന്ന് ചോദിക്കുന്നു. എന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളിയെ. ഞങ്ങളെ കല്യാണം കഴിയാനായിട്ടാകും 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവനെതിരെ പ്രതികാരം ചെയ്യുവാണെങ്കിൽ അത് ഞാൻ തന്നെയല്ലേ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് ജോങ്ങു ഡ്രിങ്ക്സ് കഴിക്കുവാണ് ചെയ്യുന്നത്. മിന്നുക്ക് സാധാരണ സോജി കുടിക്കാറില്ല, എന്നാൽ ഇന്ന് ജോങ്ങുവിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവൾ കുടിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലി ആവാൻ പോകുന്ന ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒത്തിരി പെയിൻഫുൾ ആയിരിക്കും. എന്നാൽ ഈ ഫാമിലി ഉണ്ടല്ലോ, ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ്, ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് സ്ട്രെസ് മാത്രമാണ് എന്ന് പറയുന്നു. ജോങ് ഒന്ന് ആലോചിച്ച് എനിക്കും അത് സ്ട്രെസ് തന്നെയാണ് എന്ന് പറഞ്ഞ് സ്മൈൽ ചെയ്യുന്നു. അവൻ സ്മൈൽ ചെയ്യുന്നത് കണ്ട് മിന്നുക്ക് അയ്യോ നീ ചിരിച്ചോ, നിനക്ക് ചിരിക്കാനൊക്കെ അറിയോ എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് വീണ്ടും നിനക്ക് അവനെ കയ്യിൽ കിട്ടിയാ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ജോങ് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൻ മിസ്റ്റർ നമ്മിനെ കൊന്നതെങ്കിൽ, അതായത് ഞാൻ കാരണമാണ് മിസ്റ്റർ നം മരിച്ചതെങ്കിൽ എന്ന് പറയുന്നതും മിന്നുക്ക് ദേഷ്യത്തോടെ അതെങ്ങനെയാ നീ കാരണമാവുന്നേ, നീയും ആ പ്രശ്നവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ അവന്റെ ജീവിതം ഇതുപോലെ ആയത് വിക്ടിമിന്റെ ബോയ്ഫ്രണ്ടിന്റെ തെറ്റാണെന്നൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടുന്നത് വെറും പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്ന താൻ മറച്ചു വെക്കുന്ന എല്ലാ സത്യങ്ങളും ഇപ്പൊ തന്നെ പുറത്തു വരും എന്ന കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. സോ അവള് എന്തായാലും നീ നിന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഹാഫ് ഗ്ലാസ് ബിയർ മാത്രം കുടിച്ചു പോകുന്ന മിന്നോക്കിനെ കണ്ട് തന്റെ ഗേൾഫ്രണ്ടും അതുപോലെ തന്നെ ആയിരുന്നല്ലോ എന്ന് ജോങ്ങു ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് തന്റെ കാറിൽ ആരോ എഴുതിയിരിക്കുന്നത് കാണുന്നത്. അത് നോക്കുന്ന സമയത്ത് അവന് കോള് വരുന്നു. അവന്റെ ഫ്രണ്ടില്ലേ ലോയർ, അവളാണ് കോൾ ചെയ്യുന്നത്. ജോങ്ങു കോൾ അറ്റൻഡ് ചെയ്യുന്നതും അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ലോയർ അതെ, നിന്റെ സംശയം ശരിയായിരുന്നു, അന്വേഷിച്ചപ്പോ വേറൊരു കാര്യം കൂടെ അറിയാൻ പറ്റിയിട്ടുണ്ട്. വിക്ടിമിന്റെ ബോയ്ഫ്രണ്ട് കാരണം ഇൻവെസ്റ്റിഗേഷൻ ശരിയായ രീതിയിലല്ല നടന്നിട്ടുണ്ടായിരുന്നെന്നാണ് അവൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വേറൊരു കാര്യം അവന്റെ സിസ്റ്റർ പോലീസിലാണ്, അവനല്ല ഇത് ചെയ്തതെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നീ ഇത് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. ഇനിയാണ് ആ കാറിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് കാണിക്കുന്നത്. കൊലയാളി ആരാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ടൈം മിന്നുക്ക് മിസ്റ്റർ നമ്മിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുവാണ്. മിസ്റ്റർ നമ്മിന്റെ മകൾക്ക് വരാന്തയിൽ നിന്നും ഒരു കീ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവളുടെ അച്ഛന്റെ കീ ചെയിൻ ആണെന്ന് കരുതി അത് അവൾ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കീ ചെയിൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അച്ഛന്റെ സാധനങ്ങളൊക്കെ ഇട്ട പെട്ടിയിലേക്ക് അത് ഇട്ട് വെക്കാൻ നിൽക്കുന്ന സമയത്താണ് അച്ഛന്റെ കീ ചെയിൻ ഓൾറെഡി അതിലുള്ള കാര്യം അവൾ അറിയുന്നത്. അതിനർത്ഥം എന്താ, വരാന്തയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ കീ ചെയിൻ ആയിരുന്നില്ല, അന്ന് അച്ഛനെ കാണാൻ വന്ന ആളുടെ കീ ചെയിൻ ആയിരുന്നു. ആ കീ ചെയിൻ അനലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ പോകുന്ന മിന്നോക്കിനോട് ആ ഗേള് ഈ കീ ചെയിൻ അച്ഛൻ കിടന്ന ജയിലില് ഡോക്ടേഴ്സിന്റെ വോളണ്ടിയർ ക്യാമ്പ് ഉണ്ടായിരുന്ന സമയത്ത് അച്ഛന് കിട്ടിയതായിരുന്നു. അന്ന് മാം എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ആ ചേട്ടനും അച്ഛന്റെ കൂടെ അതേ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വോളണ്ടിയർ ക്യാമ്പിൽ ആ ചേട്ടനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മിസ്റ്റർ നമ്മിനെ കൊന്നത് തന്റെ ബ്രദർ തന്നെ ആയിരിക്കാം എന്ന ചിന്ത വീണ്ടും വീണ്ടും മിന്നോക്കിന് കൂടുവാണ്. പിന്നീട് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, അവളുടെ ബ്രദറിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ ഡോറ് ലോക്കാണ്, വീട്ടിൽ ആരുമില്ല. ഈ സമയത്താണ് ആരോ അങ്ങോട്ട് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. സോ അവള് പെട്ടെന്ന് തന്നെ പോയി നോക്കുന്നു. അവള് പ്രതീക്ഷിച്ചത് അവളുടെ ബ്രദറിനെയാണ്, എന്നാൽ അങ്ങോട്ടേക്ക് വരുന്നത് ജോങ്വു ആണ്. അവന്റെ ഫ്രണ്ടായ ലോയറിന്റെ സഹായത്തോടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നതായിരുന്നു അവൻ. മിന്യോക്കും ജോങ്വുവും കാണുന്നതും നീ എന്താ ഇവിടെ എന്നാണ് പരസ്പരം ചോദിക്കുന്നത്. മിന്യോക്ക് നീ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നും ജോങ്വുവിനോട് ചോദിക്കുന്നുണ്ട്. ജോങ്വു തെറ്റ് ചെയ്ത ആ തെറ്റിന് ശിക്ഷ അനുഭവിച്ച ഒരാള് വീണ്ടും വീണ്ടും ആ തെറ്റ് ഞാനല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് പറഞ്ഞ് തന്റെ ഫോണ് കാണിച്ചു കൊടുക്കുന്നു. കൊലയാളി ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് മിന്യോക്കിന്റെ ബ്രദർ ജോങ്വുവിന്റെ കാറിൽ എഴുതിയ മെസ്സേജാണ് ജോങ്വു മിന്യോക്കിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന മിന്യോക്കാണെങ്കിലോ ഞാനൊരു കാര്യം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് അവളുടെ ബ്രദർ അവളോട് പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. ജോങ്വു ഇനി അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോ, പക്ഷെ എന്തുകൊണ്ടായിരിക്കും അവന്റെ മെസ്സേജ് എന്നെ പോയിന്റ് ചെയ്യുന്നേ, കൊലയാളിയെ എനിക്കറിയാമെന്ന് പറയുന്നേ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൺഫ്യൂസ് ആയി നിൽക്കുന്ന മിന്യോക്കിനോട് ജോങ്വു വീണ്ടും മിസ്റ്റർ നാമിന്റെ കേസ് എന്തായി, അതില് ഇവൻ ഇൻവോൾവ് ആണോ എന്ന് ചോദിക്കുന്നു. അത് പിന്നെ ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല എന്നാണ് മിന്യോക്ക് റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെയാണേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ജോങ്വു ചോദിക്കുന്നു. അതിനെന്ത് ഉത്തരം കൊടുക്കുമെന്ന് അറിയാതെ മിന്യോക്ക് പതറി നിൽക്കുന്ന
നിൽക്കുന്ന സമയത്താണ് ജോങ്വുവിന് കോൾ വരുന്നത്. വൂജിനാണ് വിളിക്കുന്നത്. തന്റെ പേഷ്യന്റിനെ വൂജിന് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ജോങ്വു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എടാ പെട്ടെന്ന് വാടാ, ആ പേഷ്യന്റ് ഇല്ലേ എന്ന് പറഞ്ഞ് വൂജിൻ വിളിക്കുന്നതും ജോങ്വു പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോന്നു. അപ്പോഴാണ് മിന്യൂക്കിന് ശ്വാസം നേരെ വീഴുന്നത് പോലും. ഇവിടെ വൂജിൻ ട്രീറ്റ് ചെയ്ത പേഷ്യന്റിന് ഒരു പ്രശ്നവും ഇല്ലാട്ടോ. എത്ര നന്നായിയാണ് ഞാൻ എന്റെ ജോലി ചെയ്തിരിക്കുന്നത് എന്ന് ജോങ്വുവിനെ കാണിക്കാൻ വേണ്ടിയാണ് വൂജിൻ ഇപ്പൊ അവനെ വിളിച്ചു വരുത്തിയേക്കുന്നത്. അതും പെട്ടെന്ന് വരാൻ വേണ്ടി വിളിച്ചത് എന്തിനാന്ന് വെച്ചാ ആ പേഷ്യന്റ് ഹാപ്പി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അവന് കാണിച്ചു കൊടുക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. കണ്ടോ കണ്ടോ, ആ മുഖത്തെ ഒരു ഐശ്വര്യം കണ്ടോ, ഒരു ചൈതന്യം കണ്ടോ എന്നൊക്കെ വൂജിൻ വളവളാന്ന് പറയുന്നത് കേട്ട് നീ ഇതിനു വേണ്ടിയാണോ ഇത്ര കാര്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞേ എന്നാണ് ജോങ്വു ചിന്തിക്കുന്നത്. ആക്ച്വലി അതിനുവേണ്ടി മാത്രം ആയിരുന്നില്ല കേട്ടോ, ഒരു ഡിന്നർ കഴിക്കാൻ കൂടെയായിരുന്നു വൂജിൻ ജോങ്വുവിനെ വിളിച്ചു വരുത്തിയത്. ഡയറക്ടറും ജോങ്വുവിന്റെ അമ്മയും വൂജിനും ഓരോ കാര്യങ്ങളും സംസാരിച്ച് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുവാണ്. എന്നാൽ ജോങ്വു അവരോട് ഒന്നും സംസാരിക്കുന്നില്ല, അത് അവർ ചോദിക്കുകയും ചെയ്യുന്നു. ജോങ്വു അവന്റെ അമ്മയോട് ഞാൻ ഈ രാജ്യം വിട്ടു പോകുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മുഖം കാണണ്ടേന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ കണ്ട സ്ഥിതിക്ക് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നു. അവന്റെ അമ്മ നീ അപ്പൊ രാജ്യം വിട്ടേ പോകുവാണോ? ജീവനോടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവള് ജീവനോടെ ഉണ്ടായിരുന്നപ്പോഴും അമ്മ അവൾക്ക് ഒരു വാല്യൂവും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അവള് വാല്യൂ ഇല്ലാത്ത ആളല്ല എന്ന് പറഞ്ഞ് ജോങ്വു അവിടുന്ന് പോകുന്നു. സിറ്റുവേഷൻ ആകെ വഷളായത് കണ്ട് ജോങ്വുവിനെ കൂളാക്കാൻ വേണ്ടി ഡയറക്ടർ അവന്റെ പുറകെ പോകുന്നുണ്ട്. അമ്മ അത് കാര്യമൊക്കെ ഉണ്ട്, അവൻ എത്ര സെൻസിറ്റീവ് ആണെന്ന കാര്യം അമ്മയ്ക്കും അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് വൂജിനും അമ്മയോട് സംസാരിക്കുന്നു. ഈ സമയത്ത് ജോങ്വുവിന്റെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു മിന്യോക്കാണ് വിളിക്കുന്നത്. ജോങ്വുവിന്റെ അമ്മ പങ്കെടുത്ത വോളണ്ടിയർ ക്യാമ്പിലായിരുന്നല്ലോ മിസ്റ്റർ നമ്മു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് മിസ്റ്റർ നമ്മിന് ആ കീ ചെയിൻ കിട്ടിയതും. സോ ആ കീ ചെയിനെ കുറിച്ച് ചോദിക്കുക, മിസ്റ്റർ നമ്മിനെ കുറിച്ച് ചോദിക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് മിന്യോക്ക് ജോങ്വുവിന്റെ അമ്മയെ മീറ്റ് ചെയ്തിരിക്കുന്നത്. വൂജിനും കൂടെ ഉണ്ട് കേട്ടോ. ആ കീ ചെയിൻ കാണുന്ന സമയത്ത് വൂജിൻ മിന്യോക്കിനോട് ഇതില് കുറ്റവാളിയുടെ DNA ഉണ്ടാവില്ലേ, സോ അവനെ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ എന്ന് ചോദിക്കുന്നു. ഈ കീ ചെയിൻ കിട്ടിയാൽ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ മിന്യോക്ക് ജോങ്വുവിന്റെ അമ്മയോട് നിങ്ങൾ ജയിലിൽ വെച്ച് ട്രീറ്റ്മെന്റ് കൊടുത്ത സമയത്ത് ആ ട്രീറ്റ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് വൂജിനാണ് ആൻസർ ചെയ്യുന്നത്. വൂജിൻ സംഭവം എന്താന്ന് വെച്ചാൽ ജയിൽവാസികൾക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് ഇഷ്ടമല്ല. സോ അവരുടെ പേര് പോലും അറിയാതെയാണ് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റോ അങ്ങനെയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവളുടെ ബ്രദറിന്റെ ഫോട്ടോ ജോങ്വുവിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. മകന്റെ ഗേൾഫ്രണ്ടിന്റെ കൊലയാളിയെ അമ്മയ്ക്ക് അറിയാതിരിക്കുവോ? ഇവനോ എന്ന് ചോദിച്ചു ജോങ്വുവിന്റെ അമ്മ ഇൻസിഡന്റിനെ കുറിച്ച് പറയുന്നത് കേട്ട് മിന്യോക്ക് നിങ്ങൾക്ക് ആ ഇൻസിഡന്റ് അറിയാവോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് വൂജിൻ മിന്യോക്കിനോട് ഇത് ജോങ്വുവിന്റെ അമ്മയാണ് എന്ന കാര്യം പറയുന്നത്. ദൈവമേ, വിക്ടിമിന്റെ ഫാമിലിയോട് തന്നെ പോയിട്ട് ഞാൻ എങ്ങനെയാ കൊലയാളിയെ കുറിച്ച് ചോദിച്ചേ എന്ന് ചിന്തിച്ച് മിന്യോക്ക് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. അതിന്റെ ഇടയിൽ മിസ്റ്റർ നമ്മിന്റെ മകൾ അവൾക്ക് കോൾ ചെയ്ത് അന്ന് മാം എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ, ആ ചേട്ടനെ കുറിച്ച് എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചിക്ക് എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുന്നു. ഓ അത് ശരിയാണല്ലോ അല്ലെ, അന്ന് രാത്രി മിസ്റ്റർ നമ്മിനെ കാണാൻ വന്നയാളെ അവര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്ന് മിന്യോക്കും ചോദിക്കുന്നു. ഈ സമയത്താണ് വൂജിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവള് കോള് കട്ട് ചെയ്തതിനു ശേഷം വൂജിൻ മിന്യോക്കിനോട് ജോങ്വു കാരണം മരിച്ച ആളില്ലേ, അയാളും ഇപ്പൊ താൻ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആളും ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, പക്ഷെ അന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതിൽ ഇവരെ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ മിന്യോക്ക് മിസ്റ്റർ നമ്മിന്റെ നെയ്ബറോട് തന്റെ ബ്രദറിന്റെ ഫോട്ടോ കാണിച്ച് ഇയാളെ ആയിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നു. നെയ്ബർ അന്ന് നല്ല ഇരുട്ടായിരുന്നു, സോ ഞാൻ ഫേസ് കണ്ടിട്ടില്ല, സോ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ആ ഒരു വഴി അടഞ്ഞല്ലോ എന്ന് കരുതി പോകുന്ന മിന്യോക്കിനോട് നെയ്ബർ ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നും പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ തലവേദന പിടിച്ച പരിപാടിയാണെന്ന് മിന്യോക്കിനും അറിയാം. സോ അവൾ ഇത്രയും ദിവസം സഹകരിച്ചതിന് നെയ്ബറോട് താങ്ക്സ് പറയുന്നു. മിസ്റ്റർ നമ്മിന്റെ മകളെയും കൂട്ടി അവിടുന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ആരോ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ വൂജിൻ ജോങ്വുവിനോട് സംസാരിക്കുവാണ്. വൂജിൻ നീ ഒന്നുകിൽ ഒരേ ഒരു മോനല്ല, എന്നിട്ടാണോ നീ നിന്റെ അമ്മയോട് അതുപോലെ ബിഹേവ് ചെയ്തേ എന്ന് ചോദിക്കുന്നു. ഓ മനസ്സിലായിട്ടുണ്ട്, ഇനി ദയവ് ചെയ്ത് ഉപദേശിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു പോകുന്ന ജോങ്വുവിനോട് വൂജിൻ ഞാൻ മിന്യോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. കൂടെ തന്നെ നിന്നെ ഫോളോ ചെയ്തത് അവളുടെ കൊലയാളിയായിരുന്നല്ലേ, അവൻ റിലീസ് ആയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. നീ ഇതൊക്കെ ഇപ്പൊ എവിടുന്നാ കേട്ടെ എന്ന് ജോങ്വു ചോദിക്കുന്നതിന് മിസ്റ്റർ നമ്മും അവളുടെ കൊലയാളിയും ഒരേ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊരുമിച്ച് വോളണ്ടിയർ ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞ മിന്യോക്ക് നിന്റെ അമ്മയെ കാണാൻ വന്നു, പിന്നെ ഞാനും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ നമ്മിന്റെ കേസിലാണ് മിന്യോക്ക് ഇവനെ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് വൂജിൻ പറയുന്നു. ജോങ്വു അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം മിന്യോക്കിനെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്തു പറ്റി, നിന്നോട് അവള് വേറെ എന്തെങ്കിലും ആയിരുന്നോ പറഞ്ഞേ എന്ന് വൂജിൻ ചോദിക്കുന്നത് കേട്ട് ജോങ്വു പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. അവൻ വരുന്നത് മിന്യോക്കിന്റെ ബ്രദർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. തന്നെ ഫോളോ ചെയ്യുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതും മിസ്റ്റർ നമ്മിനെ കൊന്നതും എല്ലാം ആലോചിച്ച് ദേഷ്യത്തോടെ അവൻ ഡോറിന്റെ ലോക്ക് പൊട്ടിച്ച് അകത്തേക്ക് കടക്കുന്നു. ഡോറിന് മൂവ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞ് മിന്യോക്കിന് ഇവിടെ നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് കേട്ടോ. രാവിലെ ബ്രദറിന്റെ അഡ്രസ്സിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു ഡോർ സെൻസറും വെച്ചിട്ടായിരുന്നു അവള് പോയെ. ആ സെൻസറിൽ നിന്നുമാണ് ഇപ്പൊ മിന്യോക്കിന് നോട്ടിഫിക്കേഷൻ
കിട്ടിയിട്ടുള്ളത്. ഇവിടെ വീട്ടിലേക്ക് കയറിയ ജോങ്വോ ആണെങ്കിൽ ആകെ ഷോക്ക് ആയിരിക്കുവാണ്. കാരണം തന്റെ ഗേൾഫ്രണ്ടിനെ കൊന്ന ന്യൂസ് ആണ് ആ വീട്ടിൽ മുഴുവനും ഉള്ളത്. കൂടെ ജോങ്വോന്റെയും മിന്യോക്കിന്റെയും എല്ലാം ഫോട്ടോയും ഉണ്ട്. അവന്റെ സിസ്റ്റർ പോലീസിലാണ് എന്ന് ജോങ്വോന്റെ ഫ്രണ്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പോലീസ് മിന്യോക്കാണ് എന്ന കാര്യം അപ്പോഴാണ് ജോങ്വോന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടായിരുന്നു മിന്യോക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആയതെന്നും എന്തുകൊണ്ടായിരുന്നു മിന്യോക്ക് തന്നെ അവോയ്ഡ് ചെയ്തത് എന്നതിനുള്ള ഉത്തരം ആ ഫോട്ടോ കാണുന്ന സമയത്ത് ജോങ്വോ മനസ്സിലാക്കുവാണ്. ഇപ്പൊ മിന്യോക്കും അങ്ങോട്ടേക്ക് വരുന്നു. ബ്രദറിനെ പ്രതീക്ഷിച്ചാണ് അവൾ ആ വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ ബ്രദറിന് പകരം അവിടെ ഉള്ളത് ജോങ്വോ ആണ്. ജോങ്വോ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടെന്നും മിന്യോക്കിന് മനസ്സിലാവുന്നു. എന്റെ ബ്രദർ ചെയ്ത തെറ്റിന് നിന്നോട് എനിക്ക് സോറി ചോദിക്കാൻ പറ്റും, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ അതല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് എനിക്ക് തോന്നിയത്. അതിനാണ് ഞാൻ ട്രൈ ചെയ്തതും. അല്ലാതെ ഇതൊന്നും നിന്നിൽ നിന്നും മറച്ചു വെക്കണം, നിന്നെ ചതിക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. എന്നാ ജോങ്വോ, ഞാൻ അവനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും നീ അവനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നിനക്കും അവനും നല്ലത് എന്ന് ദേഷ്യത്തോടെ പറയുവാണ് ചെയ്യുന്നത്. അതിനൊരു ആൻസറും കൊടുക്കാതെ അവനെ നോക്കി നിൽക്കാൻ മാത്രമേ മിന്യോക്കിന് സാധിക്കുന്നുള്ളൂ. ഇവിടെ നെയ്ബറും മിസ്റ്റർ നമ്മിന്റെ മകളും നെയ്ബറുടെ വീട്ടിലിരുന്നുകൊണ്ട് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. സംസാരിച്ച് മിസ്റ്റർ നമ്മിന്റെ മോള് അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്നു. നെയ്ബറും അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നൊന്നുമില്ല. ഒരു ബ്ലാങ്കറ്റ് ഒക്കെ പുതപ്പിച്ചു കൊടുത്ത് ഉറങ്ങാൻ പോകുന്നു. ഇപ്പൊ നെയ്ബർ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നേക്കുവാണ് കേട്ടോ. ഈ സമയത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. തന്റെ ഡോറിന്റെ ലോക്ക് ആരോ തുറക്കുവാണെന്ന് മനസ്സിലാക്കുന്നതും നെയ്ബർ ഒരുപാട് പേടിച്ച് ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ആള് ധരിച്ചിരിക്കുന്ന ഷൂവും അന്ന് മിസ്റ്റർ നമ്മിനെ കാണാൻ വേണ്ടി വന്ന ആള് ധരിച്ചിരിക്കുന്ന ഷൂവും സെയിം ആണെന്ന് കണ്ട് നെയ്ബർ ആകെ ഷോക്കായി പോകുവാണ്. മിസ്റ്റർ നമ്മിന്റെ കൊലയാളിയാണ് ഇപ്പൊ തന്നെ വീട്ടിലുള്ളതെന്ന് അറിഞ്ഞ് നെയ്ബറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കൺട്രോൾ റൂമിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു ശ്രമം നടക്കുന്നില്ല. അതിന് മുന്നേ അയാൾ വന്ന് നെയ്ബർ ഒളിച്ചിരിക്കുന്ന റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുവാണ്. എന്തോ ഭാഗ്യത്തിന് നെയ്ബർ രക്ഷപ്പെടുന്നു. ഇനിയും കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. സോ മിസ്റ്റർ നമ്മിന്റെ കൊലയാളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് മിന്യോക്കിന് മെസ്സേജ് ചെയ്യുന്നു. മിന്യോക്ക് പിന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തിരിക്കുന്നു. ജോങ്വും അവളുടെ പുറകെ പോകുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ നമ്മിന്റെ മകളായിരുന്നല്ലോ സോഫയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നേ. കൊലയാളി വിചാരിക്കുന്നത് അതാണ് നെയ്ബർ എന്നാണ്. സോ കൊലയാളി മിസ്റ്റർ നമ്മിന്റെ മകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ആ ഗേൾ അവളുടെ മാക്സിമം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരാളുടെ മുന്നിൽ അവൾക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇനിയും നിന്നാൽ അവളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നതും നെയ്ബർ പെട്ടെന്ന് തന്നെ കൊലയാളിയുടെ ഫോട്ടോ എടുക്കുന്നു. ആ വീട്ടിൽ രണ്ടുപേരുണ്ടാവും എന്ന ട്വിസ്റ്റ് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും അയാൾ തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ നമ്മിന്റെ മകളെ കുത്തിയതിനു ശേഷം നെയ്ബറിന്റെ നേരെ കൊലയാളി പോകുവാണ് ചെയ്യുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ 5ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.